മാളിയപ്പുറം സിനിമ കണ്ടതിൽ ഇപ്പം അതിലെ സൈജു കുറുപ്പ് എന്ന് പറയുന്നത് എൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഞാൻ 18 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയുടെ 2ാം ഭാഗം എഴുതാൻ ഒരു അവസരം കിട്ടുക വെച്ചാൽ ചെറിയ കാര്യമല്ല. റൈറ്റേഴ്സിന് എന്തുകൊണ്ട് പ്രൊമോഷൻ പാടില്ല എന്നുള്ളത് ഉണ്ടോ? സത്യം തന്നെയാണ്. അല്ല, അതിന്റെ ബിസിനസ് സൈഡ് എത്ര രൂപ എന്നുള്ളത് അത് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇപ്പൊ മാളികപ്പുറം എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അഭിലാഷ് പിള്ളை സ്ക്രിപ്റ്റാണ്. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ അത് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഇതാണ് ഒരു കഥ എഴുതുമ്പോൾ എൻ്റെ വിഷൻ. ഞാൻ നാരായൺ പോലൊരു സിനിമ ഇന്ന് എഴുതുകയെന്ന് വെച്ചു, ഞാൻ എഴുതി റിലീസ് ചെയ്താൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ വലിയ ആരാധനയോട് പറയുന്ന എല്ലാ താരങ്ങളിലും എത്രയോ പടങ്ങൾ ഫ്ലോപ്പ് ആവാറുണ്ട്. അതെ, അപ്പൊ താരങ്ങളല്ല, എപ്പോഴും കണ്ടന്റ് ആണ് വലുത്. എൻ്റെ സംശയങ്ങളാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളം പേടിയുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളം എന്നൊരു മീഡിയം തിരഞ്ഞെടുക്കുക? ഇതൊരു ചോദ്യമാണ്. ഇന്ന് നമ്മളോടൊപ്പം കഥ, തിരക്കഥ, സംഭാഷണം, അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ടൈറ്റിലുകളിൽ ഈ കഥ, തിരക്കഥ, സംഭാഷണത്തിന് താഴെ കാണുന്ന നമുക്ക് അത്രയും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഈ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ ചേർത്ത് വായിക്കുവാണ്. ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ കാണുന്ന സിനിമകൾ കൂടുതലും ഈ ത്രില്ലർ, ഹൊറർ, ഇൻവെസ്റ്റിഗേഷൻ, എന്നാൽ മാളികപ്പുറം പോലുള്ള നല്ല ക്യൂട്ട് കഥകളും പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾ? ശരിക്കും അഭിലാഷ് പിള്ള എങ്ങനെയാണ്? ഡാർക്കാണോ അതോ നൈസാണോ, വൈബാണോ? ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ സിനിമ പറയുന്നതാണ്. ഞാൻ എൻ്റെ ഈ പറഞ്ഞ ത്രില്ലർ സിനിമകളിലൊക്കെ തന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞ് റിലേഷൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കഥാപാത്രങ്ങളാണ്. ഞാൻ അത് തന്നെയാണ്. ഞാൻ എൻ്റെ ഒപ്പം ഒരു തവണ സംസാരിച്ച ആളോട് ഞാൻ ലൈഫ് ലോങ് ആ റിലേഷൻഷിപ്പ് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇനി അവർ നാളെ എൻ്റെ അടുത്ത് പണിങ്ങിപ്പോയാൽ മാത്രം അപ്പോഴും ഞാൻ വിളിച്ചു ചോദിക്കും, എന്താണ് എന്നോട്, എന്താ പ്രശ്നം, എന്ത് പറ്റി, എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒറ്റ ലൈഫേ ഉള്ളൂ. അതിനാണ് അങ്ങനെ ഒരു ആരോടും ഒരു പ്രോബ്ലം ഇല്ലാതെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരും ചിരിച്ച മുഖത്തോടെ, എനിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ ഇത് കാണിക്കില്ല. ഞാനത് ഒറ്റയ്ക്ക് എൻ്റെ സ്പേസിൽ മാത്രമേ ഞാനിത് പ്രകടിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ വളരെ സീരിയസ് ഫേസോടെ അധികം കണ്ടിട്ടില്ല ആരും. ചോദിച്ചിട്ടായിരിക്കും എന്തായാലും ഇങ്ങനെ മാത്രം സിനിമകൾ ഇങ്ങനെ ഒരു ജോണറിൽ തന്നെ പിടിക്കുന്നതാണെന്ന് പറയുമ്പോൾ കുറച്ച് ക്രൂക്കഡ് ആയിരിക്കും. അങ്ങനെയല്ല, ഇപ്പൊ ത്രില്ലർ സിനിമകൾ എഴുതുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഏതോ ഒരു വേദിയിൽ ആരോ പറഞ്ഞു, മറ്റേ ജിത്തു സാർ എഴുതുന്ന, ജിത്തു സാറിന്റെ സിനിമകൾ ഇയാളാണ് ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് ചോദിക്കണം. ഇത്രയും ചിന്താഗതി. ആക്ച്വലി അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം നമ്മുടെ സിനിമകൾ ഒരിക്കലും എൻ്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളെ കണ്ടാൽ. ഇപ്പൊ മാളിയപ്പുറം സിനിമ കണ്ടതിൽ ഇപ്പൊ അതിലെ സൈജു കുറുപ്പ് എന്ന് പറയുന്നത് എൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഞാൻ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പം ഞാൻ 2012 സിനിമയ്ക്ക് വേണ്ടി ജോലി കളഞ്ഞ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഓക്കെ ആദ്യത്തെ ഒരു 3-4 വർഷം ഇങ്ങനെ സന്തോഷത്തോടെ പോയി. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം വിത്തൗട്ട് ഇൻകം ആണ്. അന്ന് കുടുംബമുണ്ട്, അച്ഛനമ്മ, ഭാര്യ, മകൾ. അന്ന് 2ാമത്തെ മോളായിട്ടില്ല, ആദ്യത്തെ മോളാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, വലിയൊരു കുടുംബം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. അപ്പം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ബാഗും തൂക്കി ഇറങ്ങുന്നു, എറണാകുളത്തേക്ക് വരുന്നു, പല ലൊക്കേഷനുകളിൽ ചെല്ലുന്നു. അപ്പോഴൊന്നും ഇപ്പം കഥ കേൾക്കുന്നില്ല, ഞങ്ങൾ പുതിയ പ്രോജക്റ്റ് 2 പടം കമ്മിറ്റഡാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓടണം. എനിക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സിനിമയായിട്ട് അത്ര വലിയ ബന്ധങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെ രാവിലെ ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരെ ഞാൻ മറൈൻ ഡ്രൈവിൽ എവിടെയെങ്കിലും പോയി ഞാൻ ഇരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ഗേറ്റ് കടക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖത്തെ ആ വിഷമം മാറ്റി ചിരിയാക്കും. എന്നിട്ട് ഞാൻ വളരെ സന്തോഷപ്പെടാത്തതുകൊണ്ട് അതിൽ നിന്ന് 2 പ്രൊഡ്യൂസർമാരെ ഗേറ്റ് ചെയ്തു. 2 പേർക്കും കഥ ഇഷ്ടമായി. അവർ പറയുന്നത് നോക്കാം അഭിലാഷ്, നമുക്ക് അങ്ങനെ അടുത്ത മാസം തുടങ്ങിയാലോ, അഡ്വാൻസ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ വളരെ ഹാപ്പി ആക്കും. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വളരെ ഹാപ്പി ആവും. ഞാൻ നേരെ റൂമിൽ ചെല്ലുമ്പോൾ അത് വൈഫ് പറയുമെന്നിട്ട് ചോദിക്കും, അല്ല പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു? ഞാൻ പറയും, അല്ല അത് പ്രൊഡ്യൂസർ ഈ പടം മാത്രമല്ല, അഭിലാഷിൻ്റെ അടുത്ത കഥയും ഞാൻ കേൾക്കാം, അതും ഓക്കെയാണ്, അത് നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് മാളികപ്പുറത്തിലെ സൈജു കുറുപ്പ് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭാര്യ കുറേ പോയിട്ട് ബാങ്ക് മാനേജർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ അജയ, ഈ അജയന്റെ ഈ ലോണല്ല, വേണേ ഒരു ലോണ് തരാം, വേണേ ഇത് കൊണ്ടുപോക്കോ എന്ന് പറയുന്ന സാധനം ഞാൻ ലൈഫിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. കാരണം അതിലെ സൈജുവിന്റെ കഥാപാത്രം ശ്രദ്ധിച്ചാൽ മതി, സൈജു ചേട്ടൻ ആരുടെ മുന്നിൽ ഇത് പ്രകടിപ്പിക്കാറില്ല. പുള്ളി ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കാവിലിരുന്നിട്ട് പറയും, അയ്യോ കൈവിട്ട് പോവാണോ എന്താവും എന്ന് പറയുമ്പോൾ ഈ ടീച്ചർ രവിച്ചേട്ടൻ അടുത്ത 2 ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പുള്ളി ഫേസിൽ ചിരി വരുത്തി വിടാം, നിങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് പുള്ളി എല്ലാവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന കഥാപാത്രം. ഇത് തന്നെയാണ് റിയൽ ലൈഫ്. ഞാൻ ഈ ദുബായിൽ വന്നിട്ട് നിങ്ങൾ തിരിച്ചു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സേതുപതി കഥ തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, കരാമയിലെ ഫ്ലാറ്റിൽ നിന്നും മാറിയതാണ്. അപ്പൊ നമ്മൾ ഈ പക്ഷെ അതിനൊരു സ്പെസിഫിക് കാരണമുണ്ട്, പെട്ടെന്ന് തോന്നുന്ന ഒരു തോട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ധോണി മറ്റേ ട്രെയിനിൽ ചാടി കയറി ജോലി ഉപേക്ഷിച്ച പോലെ അങ്ങനെ ഒരു സ്പെസിഫിക് കാരണമുണ്ട്. അതായത് നമ്മൾ വന്ന് ജോലിക്ക് കയറി വിസ അടിച്ച് ഞാൻ ദുബായിൽ നിന്ന് തിരിച്ചു പോകുന്നത് സിനിമയിലേക്ക് പോകാൻ വേണ്ടി പോയതല്ല. ഞാൻ പറഞ്ഞില്ല 2008 ചേട്ടൻ മരിക്കുന്നത്.
2010 ഞാൻ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഈ 2 വർഷം ഒരിക്കലും ചേട്ടൻ്റെ മരണവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ഞാനും അമ്മയും അച്ഛനും ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും നോക്കണം, എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ദുബായിലേക്ക് എൻ്റെ MBA ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഇവിടെ സ്കോളർഷിപ്പ് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി ദുബായിൽ. അപ്പോൾ അതേ കമ്പനിയിൽ തന്നെ ഒരു ഓഫർ വരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ശരിക്കും വിസിറ്റ് വിസയിലാണ് ഞാൻ വരുന്നത്. ആ സമയത്ത് ഞാൻ മറ്റ് കമ്പനികളിലേക്ക് ഇൻ്റർവ്യൂവിനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ ദിവസം ഇവിടെ നിൽക്കുമ്പോഴേ എനിക്ക് ഹോം സിക്നെസ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് അമ്മയെ കാണാൻ നിൽക്കാൻ പറ്റില്ല, എനിക്ക് അമ്മയോട് അടുത്തിരിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനൊരു 75 ദിവസത്തോളം ഞാനിവിടെ നിന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് പറ്റുന്നില്ല, തിരിച്ചു വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം തിരിച്ചു വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു ചെല്ലുന്നു. പിന്നെ ബാംഗ്ലൂർ ജോലി കിട്ടുന്നു. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അതൊക്കെ ഒരു 1.5-2 വർഷമാണ് ആ ഒരു ടൈം പീരീഡ്. 2010 മുതൽ 2012 വരെ ഞാൻ പല കമ്പനികളായിട്ട് ജോലി ചെയ്തു. അവസാനം കൊച്ചിയിലെ ജോലി ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് വീണ്ടും സിനിമ ചെയ്യണം എന്ന ആ ഡ്രീം വീണ്ടും ഞാൻ പൊടി തട്ടി എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഈ ജോലിയും സിനിമയും കൂടെ ഒരുമിച്ച് രണ്ടായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം എനിക്ക് എൻ്റെ ഡ്രീം സിനിമയാണ്, അവിടേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന ജോലി വിട്ടേ പറ്റൂ. സേഫ് സോൺ പറ്റില്ല. ഇല്ല, ആ റിസ്ക് ഞാൻ എടുക്കാൻ എൻ്റെ മുന്നിൽ തടസ്സം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുടുംബം എന്ന് പറയുന്നൊരു വലിയ ബാധ്യത അവിടെയുണ്ട്. പ്ലസ് എത്ര പേരാണ് മത്സരിക്കുന്നത് സിനിമയിലേക്ക് എത്താൻ വേണ്ടി. ഇവിടേക്ക് ഞാനിത് വിട്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനിത് ആകുമോ എന്നൊരു പക്ഷേ ഇതൊക്കെ ഓവർകം ചെയ്ത് ധൈര്യം തന്നത് എൻ്റെ അച്ഛൻ തന്നൊരു ധൈര്യമുണ്ട്, അച്ഛൻ സപ്പോർട്ടുണ്ട്, പിന്നെ എൻ്റെ കൂടെ നിന്ന കുറേ ആളുകൾ. നോർമലി ഇപ്പോൾ നമുക്കൊരു ഫാമിലി എൻ്റർടൈനർ എഴുതാനായിട്ട് വലിയ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് കഥാപാത്രവും കുറച്ച് കോമഡിയും ഒരു ലൊക്കേഷനും പാലക്കാട് ഒറ്റപ്പാലം ഉണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ട് അത് പോകും. പക്ഷേ ഈ ത്രില്ലർ അല്ലെങ്കിൽ കേസ് ഫയല് ഹൊറർ IPC വകുപ്പുകൾ ഇത് ശരിക്കും ഭയങ്കര ചലഞ്ചിങ് ആണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാന്നുള്ളത്. അപ്പോൾ എങ്ങനെ അത് മാത്രം പിടിച്ചു പോകാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളിലേക്ക് കൂടുതൽ ഒരു പക്ഷേ എനിക്ക് പൊതുവെ ഉള്ള ചീത്തപ്പേരാണ്, ഞാൻ ത്രില്ലറുകൾ മാത്രം എഴുതുന്ന റൈറ്റർ. സത്യത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമ കട വരസായി, അത് 100% ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. കാരണം അത് ഒരു പോലീസ് സർജന്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ്. ഓക്കെ, അത് സത്യമാണ്. ശേഷം നൈറ്റ് ഡ്രൈവ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല, അതൊരു സിംഗിൾ നൈറ്റിൽ നടക്കുന്ന ഒരു ത്രില്ലറാണ്. മൂന്നാമത്തെ സിനിമ 10-ാം വളവ് പോലീസ്, അതൊരു ഫാമിലി ഡ്രാമയാണ്. അതിനുള്ളിൽ ഒരു ട്രാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. 4ാമത്തെ സിനിമ മാളികപ്പുറത്ത് ഓക്കെ, അതിലും ഒരു ത്രില്ലർ, ഒരു കുട്ടിയുടെ POV സെക്കൻഡ് ഹാഫിലെ മാസും ത്രില്ലറും ഉണ്ടെങ്കിലും എൻ്റെ സിനിമ അതാണ്. അപ്പം മാളികപ്പുറം എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അഭിലാഷ് പിള്ളை സ്ക്രിപ്റ്റാണ്. അത് ഞാൻ ഉറപ്പോലെ ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണത്. മറ്റേതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമയാണ് അതൊക്കെ, അതുകൊണ്ട് ഞാൻ അതൊക്കെ എഴുതുന്നു. മാളികപ്പുറം എന്നൊരു സിനിമ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ അതിനുശേഷം ആനന്ദ് ശ്രീബാല ചെയ്യുന്നു, അത് ഓൾസോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പക്ഷെ അതിലും ഞാൻ ഒരു അമ്മ മകൻ ഇമോഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിനിമകളിൽ എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ ഞാൻ അതിലൊരു ഇമോഷണൽ ട്രാക്ക്, ഒരു എവിടെയോ ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് ഞാൻ കൊണ്ടുവരും. അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഞാൻ കൊണ്ടുവരും. ഇപ്പൊ അടുത്ത സുമതി വളവ് 100% പക്ക എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരിക്കലും അതൊരു ത്രില്ലർ അല്ല, അതൊരു ഹൊറർ കോമഡി സിനിമയാണ്. ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു യക്ഷിക്കഥ, നമ്മളൊക്കെ മുത്തശ്ശിക്കഥകളൊക്കെ ആയിട്ടുള്ള ഒരു യക്ഷിക്കഥ. അത് ഒരു 4 സോങ് 2 ഫൈറ്റ് അടക്കം നല്ല പക്ക എന്റർടൈൻമെന്റ്. ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് ചിരിച്ച് ഇത്തിരി പേടിച്ച് ഇറങ്ങി പോകുന്ന സിനിമയാണ്. പക്ഷെ ഇതിന് എങ്കിൽ പോലും ഈ പോലീസും കേസും ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടൊരു ഹാർഡ്, ഞാൻ അതിന്റെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പൊ ആനന്ദ് ശ്രീബാലയ്ക്ക് അതൊരു റിയൽ സ്റ്റോറിയാണ്, കൊച്ചി നടന്നേക്കുന്ന ഒരു സ്റ്റോറി. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിരുന്നു, അതുമായിട്ട് കണക്ട് ചെയ്ത കുറെ ആളുകളെ കണ്ടിരുന്നു. പിന്നീട് ആ സിനിമ എഴുതുമ്പം ഓക്കെ ഇതിന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വന്നാൽ ഇങ്ങനെ സംഭവിച്ചുകൂടെ ഇതിൽ എന്ന് തോന്നിയിട്ടാണ് ആ ഒരു ക്ലൈമാക്സ് ഞാൻ എഴുതുന്നത്. സ്റ്റിൽ ആ കേസ് ഓൺ ഗോയിങ് ആണ്, അത് ഇപ്പോഴും കോടതി. അത് നമുക്ക് ടാസ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ അതില് ഇപ്പൊ അത് ഓക്കെ അതിന്റെ റിലീസിന് 4 ദിവസം മുന്നെയാണ് കുട്ടിയുടെ പേരൻസ് കോർട്ട് വഴി അഡ്വക്കേറ്റ് വഴി നമ്മളെ കോൺടാക്ട് ചെയ്തു. ഇത് എൻ്റെ മകളെ മോശമായി കാണിക്കുന്ന സിനിമയാണോ എന്ന് അവർക്കൊരു ഡൗട്ട്, 100% അവർക്ക് ഡൗട്ട് തോന്നും. കാരണം ഞാൻ അവരെ മീറ്റ് ചെയ്തിട്ടില്ല, കാരണം അവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും മീഡിയയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവർ പേഴ്സണലി മീറ്റ് ചെയ്യാൻ പോയില്ല. പക്ഷേ ആ കുട്ടി അഡ്വക്കേറ്റിനോട് ഞാൻ പറഞ്ഞത് ആ പേരൻസിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ വരുന്നു. ഞാൻ അവിടെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് 1% നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ മോശമാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സിനിമ നമ്മൾ ഇറക്കില്ല. അങ്ങനെ അച്ഛൻ അതുപോലെ ഇവരുടെ പൗരസമിതിയുടെ ആളുകൾ അഡ്വക്കേറ്റ് എല്ലാവരും ഒന്ന് സിനിമ കണ്ടു. ഞാൻ അമ്മ കാണണ്ടെന്ന് പറഞ്ഞു, അമ്മ അത് കാണണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കണ്ടു. ആ സിനിമ കണ്ടു കഴിഞ്ഞ് അച്ഛൻ എന്നെ വന്ന് ഹഗ് ചെയ്തിട്ട് പറഞ്ഞത് എൻ്റെ മോളെ ഒരിക്കൽ കൂടി എനിക്ക് കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് കയറാൻ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. പിന്നെ ആ സിനിമ ഇറങ്ങിയ ശേഷവും എല്ലാവരും എന്നെ വിളിച്ചു, ഇപ്പോഴും ആ കുടുംബം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അതിലവരുടെ മകളുണ്ട്. പിന്നെ ആ മകൾക്ക് എന്ത് സംഭവിച്ചത് എൻ്റെ ഫിക്ഷനിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം
അവർ പറയുന്നത് ആ കുട്ടിയുടെ മരണം ഒരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാണ്. പക്ഷേ പോലീസ് പറയുന്നത് ഒരു ആത്മഹത്യയാണ്. അതിൻ്റെ എല്ലാ എവിഡൻസുകളും പോലീസിനുണ്ട്, ഫോറൻസിക് അടക്കമുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ, ഇങ്ങനെ സംഭവിച്ചുകൂടെ എന്ന് ചോദിച്ചൊരു സംശയമാണ് ആ സിനിമയുടെ ബേസ് എലമെൻറ്റ്. ആ സംശയങ്ങൾ ഇന്നും എനിക്കറിയില്ല എന്തുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഒരുപാട് ഭയങ്കര വിശ്വസനീയമല്ലാത്ത കഥകളാണ് ഇപ്പോൾ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആസ് എ റൈറ്റർ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഇതിന് ഇങ്ങനെ ഒരു വേർഷൻ എന്ന് എപ്പോഴും തോന്നാറുണ്ടോ? ബിക്കോസ് അങ്ങനെയാണല്ലോ കഥകൾ ഉടലെടുക്കുന്നത്. സോ അങ്ങനെയാണോ ഇപ്പൊ പത്രം വായിക്കുമ്പോൾ ചിന്ത വരിക, അല്ലെങ്കിൽ വാർത്ത കേൾക്കുമ്പോൾ ചിന്ത വരിക? ഒരു സീരിയസിൽ ഒരു വാർത്ത നിങ്ങളൊരു പോലീസ് ഉണ്ടോ? അല്ല, ഞാൻ എൻ്റെ ലൈഫിലെ ചില ഡിസിഷൻസ് ഭയങ്കര രസമുള്ളതാണ്. ഞാൻ ദുബായിൽ നിന്ന് ജോലി വിട്ട് നാട്ടിൽ ചെന്നു. ജോലി ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 6 മാസം ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയിലെ കയറുന്നതിന് മുന്നേ ഞാൻ 6 മാസം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ പോയിട്ടുണ്ട്. ശരി. ഞാൻ ട്രിവാൻഡ്രം സിവിൽ സർവീസ് അക്കാഡമിയിലാണ് അന്ന് അതിനുവേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നീട് എക്സാം എഴുതിയിരുന്നു. പിന്നീട് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടാതെ പോയി വീണ്ടും അടുത്ത അറ്റംപ്റ്റിന് വേണ്ടി 1 വർഷം കാത്തിരിക്കണം. അപ്പോൾ ആ സമയത്താണ് വേണ്ട, ഇനി 1 വർഷം കളയാൻ പറ്റില്ല എന്നുകൊണ്ട് വീണ്ടും ഞാൻ ജോലിക്ക് കയറുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ജോലി കളഞ്ഞിട്ട് സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് പോലീസ് ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ സിനിമകളിൽ പണ്ട് മമ്മൂക്കനെ, ലാലേട്ടനെയൊക്കെ പോലീസ്, അല്ലെങ്കിൽ സുരേഷനെ കണ്ടിട്ട് ഇതിനോട് തോന്നിയ ഒരു ഇഷ്ടം കൊണ്ട് പോലീസ് ആവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എവിടേക്കോ അത് നടക്കാതെ പോയപ്പോൾ സിനിമയിലേക്ക് വരുന്നു. എൻ്റെ ആദ്യ സിനിമ കടാവർ ഞാൻ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, സൈഡിൽ കൂടെ പോയിട്ട് പോലീസ് സ്റ്റേഷൻ ചെയ്തു. എൻ്റെ ആഗ്രഹം കൊണ്ട് 10ാം വളവിലും ഞാൻ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ കഥ എഴുതുമ്പോൾ ഞാൻ ഒരു റൈറ്റർ, ഇപ്പം ഞാനെന്നല്ല, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എല്ലാ റൈറ്റേഴ്സും ദർ ഓൾസോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് സിനിമ എഴുതുന്നത്. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ അതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഇതാണ് ഒരു കഥ എഴുതുമ്പോൾ എൻ്റെ വിഷൻ. അപ്പോൾ ഈ ആനന്ദ് ശ്രീബാലയിലെ ആനന്ദ് എന്നുള്ള കഥാപാത്രത്തെ പലപ്പോഴും ഞാനായിട്ട് തന്നെ കണ്ടാണ് ഞാൻ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പോകുമ്പോൾ എൻ്റെ സംശയങ്ങളാണ് ഞാനവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളം പേടിയുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളം എന്നൊരു മീഡിയം തിരഞ്ഞെടുക്കുക? ഇതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അതിന് ഉത്തരം ആരും പറയുന്നില്ല എന്ന് എനിക്കറിയില്ല. അത് സത്യമാണ്. അത് സൈക്കോളജിക്കലി അത് ഒരിക്കലും ചെയ്യില്ല. ഇപ്പം ഹൈറ്റ് വേളിൽ ഒരാൾ എപ്പോഴും ഇതിന് വെളിയും ചാടി മരിക്കും, അയാൾ അടുത്തൊരു തീരുമാനം എടുക്കത്തേ ഉള്ളൂ. അതെ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. കാരണം നമ്മളത് ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്നു. എങ്കിൽ പോലും ഇത് 100 കോടി അടിച്ചു എന്നുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ബട്ട് ഇപ്പോഴും നമ്മൾ വിക്കിപീഡിയയിൽ എടുത്തിട്ട് 100 കോടി ലിസ്റ്റിന്റെ മലയാള സിനിമ എടുത്ത് നോക്കിയാൽ അതിൽ മാളികപ്പുറത്തിന്റെ പേര് എവിടെയും ഇല്ല. ഈ 100 കോടി അല്ല, 100 കോടി അല്ലെങ്കിൽ അതിന്റെ ഒരു ബിസിനസ്, ആ സമയത്തെ പ്രൊമോഷൻ പരിപാടികളെ പറ്റി പലപ്പോഴും പല അഭിപ്രായം വരാറുണ്ട്. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നുപോയ സിനിമയാണ്. എനിക്ക് ഇന്നും അറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യം എനിക്ക് ഇന്നും അറിയില്ല എന്തുകൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ, അതൊരു 100 കോടി എന്ന് പറയുന്നൊരു കണക്ക്, ഓക്കെ 100 കോടി മാറ്റി വെച്ചു, അതൊരു 50 കോടി കളക്ട് ചെയ്ത സിനിമ ആയിരിക്കില്ല. ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. അത് ചിലപ്പോൾ മേ ബി അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവാം. ഉണ്ണിമൂന്തൻ എന്നുള്ള വ്യക്തിയോട് ആ സമയത്ത് ആളുകളല്ല, മീൻസ് ഒരു കൂട്ടം വിഭാഗം ആളുകളുടെ ഒരു പ്രശ്നം അതാവാം. ഇന്നും അത് ഞാൻ ഉണ്ണിയൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. ഇന്നും നമ്മളൊരു ഫേസ്ബുക്ക് അല്ല, അത് ഇനി ആ മുന്നോട്ടുള്ള അത് യാത്ര അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താ എന്ന് വെച്ചാൽ, ഇപ്പൊ അത് ഉണ്ണിയെ തൊടാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ഉണ്ണിക്ക് ഒരു വളർച്ചയുണ്ട്. ആ വളർച്ചയ്ക്ക് തുടക്കപ്പെട്ട സിനിമയാണ് മാളികപ്പുറം. ആഫ്റ്റർ മാളികപ്പുറം ഉണ്ണി എന്ന് പറയുന്ന ആളൊരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ഇനി അയാൾ ചെയ്യുന്ന സിനിമകളൊക്കെ നോട്ടബിൾ ആണ്. ഇപ്പൊ മാർക്കോ എന്നൊരു സിനിമ വലിയ ക്യാൻവാസിൽ ഒരുക്കി, ഒരു വലിയ വിജയമായി, അത് ആ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. മാളികപ്പുറം അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എൻ്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് മാളികപ്പുറമാണ്. ഇന്ന് ഞാൻ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും ഏത് ലാംഗ്വേജ് പടം കഴിഞ്ഞാലും എനിക്ക് അവിടെ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ബിക്കോസ് ഓഫ് മാളികപ്പുറം. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിനോട് വന്നിരിക്കുന്നത് അല്ല, അതിന്റെ ബിസിനസ് സൈഡ് എത്ര രൂപ എന്നുള്ളത് അത് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇപ്പൊ വേണു സാർ ഈയിടയ്ക്കും പറയുന്നത് അതൊരു 100 കോടി കളക്ഷൻ കിട്ടിയ പടമല്ല, അത് 78-80 കോടിക്ക് അടുത്ത് എന്തോ ആണെന്ന് അത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ആ സമയത്ത് അതിന്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ ബിസിനസ് സൈഡിലേക്ക് അധികം ഞാനും വിഷ്ണു ഒന്നും തലയിട്ടിട്ടില്ല. ഇതിന്റെ ഓവർസീസിന്റെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇത് ഔട്ട് സൈഡ് കൊടുത്ത എങ്ങനെ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയുന്ന ഒരു കാര്യം, ജനങ്ങൾ ആ പടം സ്വീകരിച്ചു, ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു സിനിമ എത്ര കോടി കളക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ സിനിമ ജനങ്ങൾ എത്ര കണ്ടു എന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങൾ ബോധരാകുന്നത്. ആ സിനിമയെ സംബന്ധിച്ച് എൻ്റെ അറിവിൽ 47ാം ദിവസം ഞാൻ തിയേറ്ററിൽ പോകുമ്പോഴും ഹൗസ്ഫുൾ ഷോ ഓടുന്നുണ്ട്. ഞങ്ങൾ 48ാം ദിവസമാണ് OTT വരുന്നത്. അതിനുശേഷം 8-9 തിയേറ്ററുകളോളം 100 ദിവസം ഓടിയ പടം. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ 100 ദിവസം തിയേറ്ററിൽ സിനിമ ഓടുന്ന വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ആ സമയത്താണ് അങ്ങനെയാണ് സിനിമ. കാരണം വെച്ചാൽ നമുക്ക് ഡിജിറ്റൽ സൈൻ ചെയ്യുമ്പോൾ തന്നെ അവരൊരു ഡേറ്റ് പറയും, ഞങ്ങൾ ഈ ഡേറ്റിൽ ഞങ്ങൾ OTT റിലീസ് ആയിരിക്കണം. അപ്പൊ ആ റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ഈ പടം OTT. അപ്പൊ ഇനിയത്തെ കാലത്ത് നമുക്കൊരു 25 ദിവസം കിട്ടുക എന്ന് പറയുന്നത് 100 ദിവസം കിട്ടിയതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം ഇതിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഇപ്പൊ സുമതി വളവിന്റെ
ബിസിനസ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. കാരണം അതിൻ്റെ ബിസിനസ് ഞാൻ ഇൻവോൾവ് ആയുള്ള ആളാണ്. ഞാൻ ആസ് പ്രൊഡ്യൂസറിന് വേണ്ടി അദ്ദേഹത്തിനൊപ്പം തന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് ഈ ബിസിനസ്. അപ്പോൾ എനിക്കത് കൃത്യമായി പറയാൻ പറ്റും ഇതിൻ്റെ ബിസിനസ് ഇതാണ്. പക്ഷേ പിന്നെ വേണുചേട്ടനെ ആൻഡോ ചേട്ടൻ്റെ അടുത്തുകൂടെ എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ എത്ര എന്നെ സംബന്ധിച്ച് എൻ്റെ 3 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളാണ് വേണുചേട്ടനും ആൻഡോ ചേട്ടനും. ഞാനിത് ഭയങ്കര കംഫോർട്ടായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. കാരണം അവർക്ക് സിനിമ കൃത്യമായി തിയേറ്ററിൽ എത്തിക്കാൻ അറിയാം, അതിൻ്റെ കച്ചവടം ചെയ്യാൻ അറിയാം. അത് ഇനി അത് നഷ്ടമാണെങ്കിൽ അത് അടുത്ത സിനിമയിൽ നികത്താൻ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ ബാനറുള്ള 2 എന്താ ജയൻസ് ആണ്. അപ്പോൾ അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിലൊന്നും ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുരളിച്ചേട്ടനെ കമ്പാരിറ്റീവ്ലി അദ്ദേഹം വെള്ളം എന്നൊരു സിനിമ ശേഷൊരു പടമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുരളിച്ചേട്ടന് ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വിഷ്ണുവും ഫുൾ സപ്പോർട്ടായിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ ഇപ്പോൾ ഈ ഒരു മാളികപ്പുറം സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതൊരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പരാമർശമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ മുമ്പും ഈ റിലീജിയസ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാരായൺ പോലുള്ളൊരു സിനിമയിൽ അതിൽ ഹിന്ദു ടീച്ചർ ഖുർആൻ പഠിപ്പിക്കുന്നു, അറബി പഠിപ്പിക്കുന്നു നമ്മൾ കണ്ടതാണ്. അതിൽ ഉസ്താദുമാരോട് ഖുർആനോടുള്ള പറ്റിയുള്ള ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കുന്ന സീൻ വരെ ഉണ്ട്. പക്ഷെ അന്ന് നാട്ടിലെ ആളുകൾ അതിനെ സിനിമയായിട്ടാണ് കണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാലുണ്ടാകുന്ന വിവാദം വേറെയാണ്. ശരിക്കും മതം അല്ലെങ്കിൽ ഇത് ഓഡിയൻസിനെ മാറ്റിയിട്ടുണ്ടോ എന്താണ്? ഇതിൽ കോയിൻസിഡൻസ് വെച്ചാൽ നാരായൺ സംവിധാനം ചെയ്ത ശശിശങ്കർ സാറിന്റെ മകനാണ് മാളികപ്പുറം ചെയ്തിരിക്കുന്നത്. ശശിശങ്കർ സാറിന്റെ ഫസ്റ്റ് പടമാണ് നാരായൺ. മാളികപ്പുറം വിഷ്ണു ഫസ്റ്റ് പടം. ഞാൻ പറയാം, ഞാൻ നാരായൺ പോലൊരു സിനിമ ഇന്ന് എഴുതുകയെന്ന് വെച്ചു, ഞാൻ എഴുതി റിലീസ് ചെയ്താൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഓഫ് കോഴ്സ് അതാണ് ഞാൻ ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. ഇത് ചർച്ച ചെയ്യാനായിട്ട് മാക്സിമം പറ്റുന്ന നമ്മളേലും അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല വായനശാല ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ സിനിമകളെ പറ്റിയുള്ള ചർച്ചകളുള്ളത്. ഇന്നതല്ലല്ലോ. കയ്യിലേക്ക് മൊബൈൽ ഫോണിൽ 10 പേര് ഒരുമിച്ച് നിന്നാൽ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച ചെയ്യാം. ആരെയും മോശമായി സംസാരിക്കാം, ആർക്കെതിരെ വേണമെങ്കിലും പോസ്റ്റ് ഇടാം, എന്ത് വൃത്തികെട്ട കമന്റും പോയിടാം. അതൊക്കെ റൈറ്റ്സ് അവരെ കണ്ടെത്തിക്കുന്ന റൈറ്റ്സ് ഉണ്ട്. ഞാൻ പറയും ഇതൊരു 10% ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഫേസ്ബുക്കിൽ ഒരു സ്വാതന്ത്ര്യം പോലെയാണ് അവരത് എടുത്തേക്കുന്നത്. ആരോട് എന്തും പറയാം. ഒരു പെൺകുട്ടി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അതിൽ ഇത്തിരി എക്സ്പോസിങ് ആണെങ്കിൽ അതിന്റെ താഴെ വന്നിട്ട് എന്ത് വേണമെങ്കിലും പറയാനുള്ള റൈറ്റ്സ് അവർ കാണിക്കുക. അപ്പൊ ഇത് ആരാണ് ഇവർക്കുള്ള ഇതിലുള്ള അധികാരം കൊടുത്തതെന്ന് അറിയില്ല. ഇതിനെതിരെ പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ? പ്രതികരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പലപ്പോഴും പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് പൊളിറ്റിക്കലി പോലും നമ്മളെ വളരെ മോശമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് ചിരിച്ച് കൊള്ളാമല്ലോ, അപ്പൊ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ഈ മോശം കമന്റ് ഇടുന്നവരെ എൻ്റെ വേറൊരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈഫിലെ അവരുടെ വിലപ്പെട്ട ഒരു 10 സെക്കൻഡ് അവർ എനിക്ക് തന്നില്ലേ, എനിക്ക് എന്നെ നല്ല തെറി പറയാനായാലും അവരത് സമയം കണ്ടതില്ല. അപ്പം ഞാൻ അവരെ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലാണ് എപ്പോഴും നമ്മൾ വളരുന്നത്. അല്ല നമ്മളെ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമില്ല. നമ്മുടെ നെഗറ്റീവ് പറയുന്ന ആൾ വേണം. ഇപ്പം എൻ്റെ സിനിമകളിലെ നെഗറ്റീവ് പറയുമ്പോഴാണ് എനിക്ക് നാളെ മാറാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവർ പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. മോശമാണെങ്കിൽ മോശം എന്ന് പറയണമെന്നേ. പക്ഷേ ഓക്കെ, ഇയാളെ മോശമാക്കി കാണിക്കണം എന്ന് പറഞ്ഞ് ഇന്റൻഷ്യലി ചെയ്യുന്നതിനോട് ഞാൻ സപ്പോർട്ടല്ല. അപ്പൊ അത് പലപ്പോഴും നമ്മൾ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസ് ഒക്കെ നമ്മൾ സ്വയം ഇരുന്ന് കാണുന്നത് നല്ലതാണ്. അല്ല, ഞാൻ റിവ്യൂസ് എല്ലാം നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന റിവ്യൂസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ റിവ്യൂസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഷാഫിയും ഞാനും ഒരു സിനിമ കാണാൻ പോകും. എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ഷാഫിയുടെ ടേസ്റ്റ്. അപ്പം നമ്മൾ രണ്ടുപേരും സിനിമ കാണുന്നത് ഒരു ഫാമിലി, ഓക്കെ ഇതൊരു ഫാമിലി മൂവിയാണ്. ഞാൻ ഭയങ്കര ഫാമിലി ആയിട്ട് എനിക്ക് ഫാമിലി സിനിമകൾ ഇഷ്ടമാണ്. ഷാഫി വീട്ടിൽ മുട്ടൻ അടി ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്ന ഒരാളാണ്. ഷാഫിക്ക് ഈ ഫാമിലിയുള്ള ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും, ഷാഫിക്ക് ഇഷ്ടപ്പെടില്ല. ഷാഫി പുറത്തുനിന്നത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ബോറ് പടം എന്നേ പറയത്തുള്ളൂ. എനിക്ക് അവിടെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അതിനർത്ഥം ഈ സിനിമ നല്ലതാണോ മോശമാണോ എന്നല്ല. ഈ സിനിമ എപ്പോഴും കാണുന്നവൻ്റെ കാഴ്ചപ്പാടാണ്. എപ്പോഴും ഇപ്പം ഒരു സിനിമ ചെയ്യുന്ന സംവിധായകനും തിരക്കഥാകൃത്തും നടനും നിർമ്മാതാവും ഇവരൊക്കെ ഒരേ കാഴ്ചപ്പാടിൽ ചിന്തിച്ചുകൊണ്ടാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കഥ ഇപ്പോൾ ഓക്കെ, ഞാൻ മാളികപ്പുറത്തിൻ്റെ കഥ പോയിട്ട് വേണുചേട്ടനോട് ആൻഡോച്ചേട്ടനും പറയുന്നു, ഇവർക്ക് രണ്ടുപേർക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ കാഴ്ചപ്പാട് വേറെയാണെങ്കിൽ ആ സിനിമ സംഭവിക്കില്ല. ഇത് അവർ കഥ കേട്ടു, ഓക്കെ ഇത് കൊള്ളാം, ഇതൊരു ഫാമിലി സബ്ജക്റ്റാണ്, ഇത് വർക്കാവും, നമുക്കൊരു അയ്യപ്പൻ ശബരിമലയുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. ഇത് ഉണ്ണി കേൾക്കുന്നു, ഉണ്ണിക്ക് ആ കാഴ്ചപ്പാട് കിട്ടുന്നു, സൈജു കുറുപ്പ് കേൾക്കുന്നു, സൈജു ഇതിൻ്റെ ബാക്കി എല്ലാ ടെക്നീഷ്യന്മാരും കേൾക്കുന്നു, ഇവരെല്ലാവരും വരുന്നു. ഈ സിനിമ കാണാൻ ഒരു വിഭാഗം ആളുകൾ തിയേറ്ററിൽ വരുന്നു. 100 പേര് കാണുന്നത് 90 പേർക്ക് ഇത് ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്നു, 10 പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ സക്സസ് ആയി. പക്ഷേ നാളെ ഞാനൊരു സിനിമ ചെയ്യുന്നു, അത് 90 പേര് മോശം പറയുന്നു, 10% പേര് പറയുകയാണ് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ, ഞാൻ ഈ 90% ആളുകൾ നല്ലതാണെന്നും 10% മോശമാണെന്നും ഞാൻ പറയില്ല, തിരിച്ചും പറയില്ല. കാരണം ആ 10% പേര് ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിന്നവരായിരിക്കും. മറ്റവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടില്ല. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, ഞാൻ എൻ്റെ മോശമൊന്നും പറയുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ മോശം പറയില്ല. ഇതുപോലെയാണ് ഓരോ സിനിമയും. ഈ റിവ്യൂവേഴ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർ വന്ന് പറയുന്ന രീതി
അത് വളരെ മോശമാണ്. അല്ലപ്പോ നമ്മൾ ഈ റിവ്യൂ ഒക്കെ വന്നു അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രശ്നമുണ്ടാക്കി ഇപ്പൊ എമ്പുരാനിൽ എന്ന് പറഞ്ഞാൽ ആ ഫ്ലോയിന്റെ കുറെ സീനുകളൊക്കെ കട്ട് ചെയ്യുന്ന അതിന്റെ ഒരു അഭിപ്രായം അല്ല, എന്താണ്? കാരണം ഒരു സിനിമ എമ്പുരാൻ ഒരു റെയർ കേസാണ്. എമ്പുരാന്റെ കേസിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിനിയും വീണ്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എമ്പുരാന്റെ കേസിൽ ഇതൊരു അങ്ങനെ അല്ല, സംഭവിച്ചു. അത്തരത്തിലുള്ള കട്ടുകളോട് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ഫ്ലോ കളയാതിരിക്കാനാണ് നമ്മൾ ആസ് എ റൈറ്റർ എഴുതി വെക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതില് കത്രിക വെക്കാന്ന് പറയുമ്പോൾ സെൻസർ ബോർഡ് അത് സെൻസർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സിനിമ ഇറങ്ങിയപ്പോൾ അതൊരു വിഭാഗം ആളുകളെ കുറച്ച് വിഷമം ഉണ്ടാക്കി എന്ന് അതിന്റെ ടെക്നിക്കൽസ് അതിന്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ളവർക്കും അതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തപ്പോഴാണ് അവരത് കട്ട് ചെയ്തത്. അവരത് ഒരിക്കലും ചെയ്തിട്ടില്ല. ഞങ്ങൾ കട്ട് ചെയ്യില്ല എന്നവർ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അവര് എല്ലാവരുടെയും ഒരു അഭിപ്രായത്തെ മാനിച്ചു, അവരത് ചെയ്തു. ഒരു നല്ല കാര്യമാണ് ഞാൻ പറയും. പക്ഷേ ഇപ്പം ഞാൻ സുമതി വളവിന്റെ സെൻസറിൽ എനിക്ക് 2 കട്ട് പറഞ്ഞു. ഈ 2 കട്ട് സിനിമയുടെ ഫ്ലോയെ ബാധിക്കുന്ന കട്ടാണ്. ഞാൻ സെൻസർ ബോർഡിന്റെ ഓഫീസറോട് ഞാനും ഡയറക്ടർ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു, സാർ ഇതാണ് ഇതിന്റെ ഇമോഷനെ ബാധിക്കില്ലേ? അപ്പോൾ പുള്ളി അദ്ദേഹത്തിന് അത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പക്ഷേ അറിയാലോ ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും നാളെ നിങ്ങൾക്ക് ഒരു പ്രശ്നമായി മാറുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹം തന്ന അഡ്വൈസ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ അതിന്റെ വേറൊരു ആംഗിൾ ഷോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ സിനിമയിൽ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പൊ എമ്പുരാൻ അങ്ങനെ സംഭവിച്ചുകൊണ്ട് എല്ലാ സിനിമയും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പിന്നെ എമ്പുരാന്റെ റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അഭിനയിച്ചവരൊക്കെ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ആളുകളല്ലേ. അവര് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ മോശമായിട്ടൊന്നും പറയുന്നവരൊന്നുമല്ല, അത്ര മോശം ആളുകളൊന്നുമല്ല അവര്. ഇപ്പം ഞാനൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം എൻ്റെ ഐഡിയോളജി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ചിലത് എഴുതുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിൻ്റെ ക്ലൈമാക്സിലൊരു ഡയലോഗുണ്ട്. ഈ മറ്റേ മനോജ് ചേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, മനസ്സിന് ഇഷ്ടമില്ലായിട്ടും കുറേ എണ്ണത്തെ താങ്ങി പിടിച്ച് കയറ്റിയില്ലേ, എന്നിട്ട് എന്തായി, ആര് മേടി ചെല്ലണമെന്ന് പുള്ളി തീരുമാനിക്കും എന്ന് പറഞ്ഞ ഡയലോഗ് എൻ്റെ ഐഡിയോളജിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഡയലോഗാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഉള്ളിലുള്ള എനിക്ക് അയ്യപ്പനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നതിനുള്ള എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ എഴുതിയ ഡയലോഗാവാം. അതൊരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, ഇത് ഇൻറ്റൻഷനലി വെച്ചാന്നുള്ളത്. അത് ഇൻറ്റൻഷനലി വെച്ചത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത് എൻ്റെ ഐഡിയോളജിയാണ്. ഞാൻ എഴുതുന്ന സിനിമയിൽ എൻ്റെ ഐഡിയോളജി വെച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ? എൻ്റെ ഐഡിയോളജി മാറ്റി എടുത്തിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ? അതിനോട് ഒത്തുനിന്ന് എല്ലാവരും, ഡയറക്ടർ ആയാലും ഉണ്ണിയായാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും എല്ലാവരും ഓക്കെ ശരിയാണ് അങ്ങനെ വെക്കാം എന്ന് പറഞ്ഞൊരു സാധനം വെക്കുന്നത് എന്ന് പറയുന്നവരാണ്. ഇപ്പോൾ ഒരാൾ എഴുതുമ്പം ഒരിക്കലും അത് ഒരു വലിയ വിഭാഗത്തെ മോശമായിക്കൊണ്ട് അവർക്കിവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവർക്കും അറിയാം. പിന്നെ അവരങ്ങനെ ചെയ്യില്ല. പക്ഷെ ആ സിനിമയ്ക്ക് അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവാം. സിനിമയുടെ ഈ ഡിമാൻഡും ഒക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പടം ഹിറ്റായാലും, നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹിറ്റായി കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൂടുതലും പോകുന്നത് നടന്മാർക്കാണ്. പരാജയപ്പെട്ടാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ ഹിറ്റിന്റെ ക്രെഡിറ്റ് പിന്നെ സംവിധായകന് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തുടക്കം ഉണ്ടാക്കുന്നത് നമ്മൾ എഴുത്തുകാരാണ്. ഈ എഴുത്തുകാർ പണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ പത്മരാജൻ അല്ലെങ്കിൽ MT സാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വാല്യൂ കൊടുത്തിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഇപ്പോൾ വേണ്ടുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ പ്രൊമോഷനിൽ റൈറ്ററെ കൊണ്ടിരുത്തുക, അങ്ങനെയുള്ള ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നുണ്ടോ പ്രൊഡക്ഷനിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പരിഗണന ആവാം, നമ്മളാണിത് തുടങ്ങി വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു A to Z എഴുതി ആദ്യം കണ്ട ആളുകൾ നമ്മളാണ്, അങ്ങനെ ഒരു കുറവുണ്ടോ നിലവിൽ ഇൻഡസ്ട്രി? ശരിക്കും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ അതിന്റെ ഒരു കുറവില്ല. കാരണം മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇപ്പൊ ചോദിച്ചില്ല, പത്മരാജൻ ലോഹിദാസ് സാറിന്റെ കാലത്തൊക്കെ അവരുടെ അന്ന് റൈറ്റേഴ്സ് വളരെ കുറവാണ്. കുറച്ച് പേര് തന്നെയാണ്. ഇപ്പൊ ശ്രീനി സാറുണ്ട്, ലോഹി സാറുണ്ട്, അല്ലെങ്കിൽ ജയപല്ലാശ്ശേരി, അങ്ങനെ കുറച്ച് ആളുകളെ ഒന്നുള്ളൂ ഈ ഹിറ്റ് മേക്കേഴ്സ് അല്ല റൈറ്റേഴ്സ്. അപ്പൊ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതിൽ പലരുടെയും ഫേസ് അറിയണമെന്നില്ല. ഇപ്പൊ ശ്രീനി സാർ അഭിനയിക്കുന്നതോടെ നമുക്ക് അദ്ദേഹത്തെ അറിയാം, മറ്റു പലരുടെയും മുഖം അറിയണമെന്നില്ല. പക്ഷെ എന്നാലും അവരുടെ പേര് ഭയങ്കര ഫേമസാണ്. ഇന്ന് പ്രശ്നം എന്താ വെച്ചാല്, ഇന്ന് കൊച്ചിയിലെ പനമ്പള്ളിനാറിൽ പോയി നമ്മൾ ഒരു 5 കോഫി ഷോപ്പിൽ കയറിയാൽ അവിടെ ഒരു 25 റൈറ്റേഴ്സിനെ കാണാം. ഇതേ ദുബായിലെ ഒരു 4 സ്ഥലങ്ങളിൽ പോയാൽ അവിടെ ഒരു 25 റൈറ്റേഴ്സിനെ കാണാം. അപ്പൊ ഇന്ന് ഇതിന്റെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മത്സരിച്ച് മുന്നിൽ കയറി വരിക എന്ന് മാത്രമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ സിനിമയും ഇപ്പോൾ പലപ്പോഴും എൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒക്കെ താഴെ അല്ലെങ്കിൽ എന്നെപ്പറ്റി ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്, ഇയാൾക്ക് ഭയങ്കര PR വർക്കുണ്ട്, അല്ലെങ്കിൽ ഇയാളെ പറ്റി ആളുകൾ പൊക്കി പറയുന്നു, അല്ലെങ്കിൽ ഇയാൾ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ റൈറ്റേഴ്സിന് എന്തുകൊണ്ട് പ്രൊമോഷൻ പാടില്ല എന്നുവല്ലോ ഉണ്ടോ? അതെ. കാരണം നിങ്ങളിപ്പോൾ ഒരു സിനിമ ആലോചിച്ച് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ എഴുതി ഒരു സിനിമ മുഴുവനാക്കി ഒരു ഡയറക്ടറുടെ കയ്യിലോട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതാണ് സിനിമ, അതിൻ്റെ A to Z വിത്ത് ഡിസ്ക്രിപ്ഷൻ എഴുതിയല്ല കയ്യിലേക്ക് കൊടുക്കുന്നത്. അതിന് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ബാക്കി ചെയ്യുന്നതാണ് സംവിധായകൻ. ഒരു സിനിമയെ ആദ്യം കാണുന്നത് റൈറ്ററാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ആ റൈറ്റർക്ക് അതിനുള്ള റെസ്പെക്റ്റ് കിട്ടണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇപ്പം ഞാൻ എൻ്റെ എല്ലാ പടത്തിനെയും പ്രൊമോഷൻ വരിക്കുന്ന ആൾ. എന്തുകൊണ്ടാണ് ഇപ്പോൾ മാളികപ്പുറം സമയത്ത് ഒരുപാട് പേര് അന്ന് വിഷ്ണു പ്രൊമോഷൻ വരാറില്ല. കാരണം അവനങ്ങനെ ഒരു കുറച്ച് സ്റ്റേജ് ഫിയറൊക്കെ ഉള്ള ഒരാളായിരുന്നു. അവനങ്ങനെ ആ സമയത്ത് പ്രൊമോഷൻ വരില്ല. അവൻ ആ സമയത്ത് മറ്റ് വർക്കുകൾ നടക്കുകയാണ്. ഞാനാണ് പകരം, ഉണ്ണിയും ഞാനും ഈ ദേവനന്ദ കുട്ടികൾ ഞങ്ങളാണ് ഇങ്ങനെ പോകുന്നത്.
അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് അത് ക്രിട്ടിസൈസ് ചെയ്തു. സംവിധായകൻ എവിടെ, റൈറ്ററാണല്ലോ. അപ്പം കുറേ ആളുകളൊക്കെ ഞാനാണ് മാളികപ്പുറം സംവിധാനം ചെയ്തുകൊണ്ട് അന്ന് കുറേ പേര് പറയും. അപ്പോൾ അന്ന് ഞാൻ വിഷ്ണുവോട് പറയും, എടാ നീ പ്രൊമോഷൻ വരണം. കാരണം ഇല്ലെങ്കിൽ ഇത്. അപ്പം വിഷ്ണു പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പോയി പറ, നിങ്ങൾ സംസാരിക്കും, ഞാൻ സംസാരിക്കില്ല. സുമതികളുടെ പ്രൊമോഷൻ പോകുമ്പോൾ ഞാൻ ഇവനെ വലിച്ചുകൊണ്ട് പോകും കൊണ്ട്. അപ്പോൾ ഇപ്പം അവൻ കുറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. പക്ഷേ പലപ്പോഴും റൈറ്റേഴ്സിനെ, എത്ര റൈറ്റേഴ്സിന് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിയാം, അതെ, എത്ര റൈറ്റേഴ്സിൻ്റെ മുഖം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് കിട്ടുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഞാനത് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഞാനൊരു സ്ഥലത്ത് ചെന്ന് എന്നെ ആൾ തിരിച്ചറിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ സിനിമ കണ്ടു, നന്നായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് നല്ലതെന്ന് പറഞ്ഞാൽ മോശം തന്നെ അവർ പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എന്നെ തിരിച്ചറിയണം. അല്ലാതെ എങ്ങനെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി സിനിമയാണ്. എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഞാൻ കേൾക്കണമെങ്കിൽ എന്നെ ആളുകൾക്ക് അറിയണ്ടേ. അല്ലാതെ വഴിയെ പോകുന്ന എല്ലായിടത്തും പോയി ഞാൻ ചോദിക്കും, ചേട്ടാ ഞാൻ ഇന്ന ആളാണ്, എൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അവരിപ്പോൾ ഞാൻ ദുബായ് വന്നു, എത്രയോ പേര് എന്നെ തിരിച്ചറിഞ്ഞ് വന്നിട്ട് ചേട്ടാ പുതിയ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നേടിയെടുത്ത് തന്നെ. മലയാള സിനിമയിൽ അപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രൊമോഷൻ കൊടുക്കണമല്ലോ, കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ലൈം ലൈനിലേക്ക് വരുമ്പം അത് കുറേ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് ഞാനതിനെ വാല്യൂ കൊടുക്കുന്നില്ല. ആ ക്രിട്ടിസൈസിന് ഞാൻ വാല്യൂ കൊടുക്കുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ചില ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പയ്യൻ, ഇപ്പോൾ എന്നെ പറ്റി ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പേജിൽ എന്നെ വളരെ മോശമാക്കിയ ഒരു പോസ്റ്റ്, അതായത് ഇയാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ PR കിട്ടുന്നു, ഇയാളെ പറ്റി ആൾ പൊക്കി പറയുന്നു, ഇയാളുടെ പടങ്ങളുടെ പ്രൊമോഷനൊക്കെ ഇയാൾ പോകുന്നു എന്നുകൊണ്ട് ഒരു പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു പയ്യൻ പോയിട്ട് ഒരു കമൻറ്റ് ഇട്ടേക്കാണ്. അത് ഈ പുള്ളിയെ മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഇതിന് സംവിധാനം എവിടെയും ചോദിച്ചിട്ട്. അപ്പം ഞാൻ പുള്ളി ആ മെസ്സേജിന് എനിക്ക് റിപ്ലൈ തന്നു. എന്നിട്ട് ഞാൻ കമൻറ്റ് ഇട്ടത് പുള്ളി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അപ്പോൾ എനിക്ക് ഈ പോസ്റ്റ് ഒക്കെ എനിക്ക് പ്രശ്നമല്ല, പോസ്റ്റ് എന്ത് കിട്ടുള്ളൂ, അതെനിക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ കമൻറ്റ് ഇട്ട പയ്യൻ്റെ ഞാൻ വെറുതെ കയറി എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നോക്കിയപ്പോൾ ഈ പയ്യൻ എനിക്ക് അയച്ചു തന്ന ഫസ്റ്റ് മെസ്സേജ്, ചേട്ടാ നൈറ്റ് ഡ്രൈവ് കണ്ടു, കിടിലം പടം, ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം എൻ്റെ എല്ലാ സിനിമകളും പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടു. ഇതിൽ ഒരിടത്ത് പോലും ഇങ്ങനത്തെ ഒരു ഒരു മെസ്സേജ് എനിക്ക് ഇട്ടത്, ചേട്ടാ വിഷ്ണുവായിട്ട് എന്താ പ്രൊമോഷൻ വരാതെ. അപ്പോൾ ഞാൻ വിഷ്ണു വേറെ ജോലിയിലാണ്, പിന്നെ അവൻ പ്രൊമോഷന് നല്ല തിരക്കായാണ്, വിഷ്ണു വരെ ഞാൻ പോകുന്നത്. അവൻ ഓക്കെ ചേട്ടാ അവൻ ഇട്ടവൻ. അപ്പോൾ എനിക്കിത് ഭയങ്കര സർപ്രൈസാണ്, ഇവൻ എന്തിനാണ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവന് മെസ്സേജ് ഇട്ടു. നമുക്കതൊരു ബാധ്യതയാണ്. അപ്പം ഞാൻ അവനൊരു മെസ്സേജ് ഇട്ടു, മോനെ നീ കമൻറ്റ് ചെയ്യാൻ കണ്ടു ഇങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ ചേട്ടാ കുറേ നാൾ ശേഷം ചേട്ടൻ്റെ മെസ്സേജ് നിന്നോട്ട് ചേട്ടാ വിഷയം സുഖമല്ലേ, ഞാൻ ആ കമൻറ്റ് ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നത് അല്ല, ചേട്ടൻ ഇപ്പം എന്നെ മെസ്സേജ് ഇട്ടല്ലോ, ചേട്ടൻ ഒരു അറ്റൻഷൻ കിട്ടുള്ളൂ ഞാൻ ആ കമൻറ്റ് ഇട്ട്. അതായത് എനിക്ക് ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവൻ എന്നെ പറ്റി മോശമായിട്ട്, ഇങ്ങനെയൊക്കെ മുന്നേ സംഭവിച്ചിട്ടുണ്ട്. കാരണം മാളികപ്പുറത്തിനെ പറ്റി വളരെ മോശമായിട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്കത് അന്ന് മാളികപ്പുറത്തെ പറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ സിനിമയ്ക്ക് അങ്ങനെ മോശം പറയേണ്ട ഒരു ആവശ്യം അതിലില്ല. ഞാൻ ആ പയ്യനെ അങ്ങോട്ട് മെസ്സേജ് ഇട്ടപ്പോൾ അവനോട് ചേട്ടാ നിങ്ങളുടെ ഭയങ്കര ഫാനാണ് ഞാൻ, എല്ലാവരും പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ നെഗറ്റീവ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. അപ്പം ഇപ്പൊ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ആരെന്തുകളും പറയട്ടെ, എൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് കാരണം ഇപ്പോൾ ഒരു തിയേറ്ററിൽ 100 പേര്, ഈ 100 പേരുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഏതെങ്കിലും എഴുത്തുകാരന് പറയാൻ പറ്റുമോ ഈ 100 പേരുടെ ടേസ്റ്റ് എന്താണുള്ളത്? ഏതെങ്കിലും സംവിധാനം പറയാൻ പറ്റും, നടന് പറയാൻ പറ്റുമോ? അപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരു നടനോട് കഥ പറയുന്നു, ആ നടൻ അയാൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയിലേ അയാൾ ചെയ്യത്തുള്ളൂ. അല്ല ഞാനൊരു കഥ കൊണ്ടുവച്ചിട്ട് ഇത് ബാഹുബലിയാണ്, ഇത് ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കഥയോ കഥാപാത്രം അയാൾ മാത്രമേ ചെയ്യത്തുള്ളൂ. എനിക്ക് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു കഥ മാത്രം ഞാൻ സംവിധാനം ചെയ്തുള്ളൂ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഞാൻ എഴുതത്തുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളതല്ലേ അത്. തീർച്ചയായിട്ടും ഈ നമ്മൾ എഴുതി വെക്കുന്ന സാധനങ്ങൾ ആ ഫ്രെയിമിൽ നമ്മൾ കാണുന്നൊരു ചിത്രമുണ്ട്. നമുക്ക് പലപ്പോഴും അങ്ങനെ സംവിധായകരിൽ നിന്നും ആ ഒരു ഫിനിഷിംഗിലേക്കുള്ള ഒരു എന്റെ സിനിമകൾ ഇപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ എന്റെ ആദ്യ 2 സിനിമയും ചെയ്തേക്ക് 2 ലെജൻസ് ആണ് മലയാളത്തിൽ. ഒന്ന് പപ്പേട്ടനും വൈശാഖേട്ടനും. ഈ 2 പേരുടെ അടുത്ത് ഞാനൊരു തിരക്കഥ കൊടുത്തു കഴിയുമ്പോൾ അതെനിക്കറിയാം ഞാൻ കൊടുക്കുന്നതിന്റെ ഇരട്ടി മുകളിൽ അവർ ചെയ്തു തരും. ഭയങ്കര ഹാപ്പിയാണ്. വിഷ്ണുവിനെ കമ്പയറിൽ വിഷ്ണു പുതിയ ആളായിരുന്നു, ഞാനും വിഷ്ണു ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് സമയത്താണെങ്കിലും അതിന് ശേഷമുള്ള ഷൂട്ടിംഗ് സമയത്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കണ്ട സിനിമയാണ് മാളികപ്പുറം. അത് ഞങ്ങൾക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ സപ്പോർട്ടായിട്ട് ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി ഞങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ആനന്ദ് ശ്രീബാല വന്നപ്പോഴും വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണു, അപ്പോൾ അവനും ഞാനും ഒരുമിച്ച്, അവനും പുതിയ ആളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അത് കാണുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റി. സുമതി വളവ് ഈ പറയുന്ന പോലെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ മുകളിലാണ് ആ സിനിമ വന്നിരിക്കുന്നത്. എഴുതി വെച്ചതിന് മുകളിൽ ആ സിനിമ വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ടാലൻസിനെ നിങ്ങൾ കാണുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് എഴുത്തുകാർ. കാരണം നമ്മൾ പെട്ടെന്നായിരിക്കും നമ്മൾ എഴുതി വെക്കുന്ന ഒരാളെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആനന്ദ് ശ്രീബാലയിൽ അടക്കം അങ്ങനെയുള്ള ഒരുപാട് പേർക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഒരു കഥയിലേക്ക് ആപ്റ്റായിരുന്ന ആളെ നമ്മളും സജസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ
ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്, ഡയറക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സജഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ എല്ലാ സിനിമയുടെയും കാസ്റ്റിംഗ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഇപ്പം ഇതുവരെ എൻ്റെ എല്ലാ സംവിധായകരോടും ഇന്ന കഥാപാത്രം ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കും, ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരാ ഇത് കൊടുത്തോളൂ എന്ന് പറയും. ഉദാഹരണം ഇപ്പം ഞാൻ ദുബായിൽ വന്നിരിക്കുന്ന അരങ്ങെന്ന് പറയുന്ന ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ ആക്ടിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് വന്നപ്പം ഇത് കണ്ടക്ട് ചെയ്യുന്ന ആളുകളും പപ്പേട്ടനാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, പപ്പേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ വരാൻ തീരുമാനിച്ചതിൻ്റെ മെയിൻ കാരണം എനിക്ക് ദുബായിൽ നിന്ന് ഇവിടെ ഈ നമ്മൾ സിനിമ സ്വപ്നം കണ്ടിട്ട് അത് വിട്ടിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും 1-2 പേരെ നമുക്ക് കിട്ടിയാൽ മലയാള സിനിമയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഞാൻ ഈ ക്യാമ്പിന് പോന്നു. 50-54 പേരോടുള്ള ക്യാമ്പ്. ഞാൻ ഞെട്ടിപ്പോയി. ഒന്നിനൊന്ന് കിടിലൻ പെർഫോമൻസ്, എല്ലാവരും ഗംഭീരമായി അഭിനയിക്കുന്നത്. അഭിനയത്തെക്കാൾ ഇവരുടെ വന്ന സാഹചര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ആരും അറിയാതെ ഓഫീസിൽ അറിയാതെ വന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ആഗ്രഹം സിനിമയാണ്. ഇത് കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത സിനിമ ജൂലൈയിൽ എം മോഹനേട്ടൻ കഥ പറയുമ്പോഴും അരവിന്ദത്തിൽ വെച്ചത് എം മോഹനേട്ടൻ പടമാണ് ജൂലൈ ഞാൻ തുടങ്ങാൻ പോകുന്നത്. മാണിക്കക്കല്ല് വെച്ചത് എം മോഹനേട്ടൻ പടം. അപ്പം ഞാൻ മോഹനേട്ടനോട് ഓൾറെഡി ഞാൻ പറഞ്ഞു, മോഹനോട് ഞാൻ ഇങ്ങനെ ക്യാമ്പിൽ പോവാണ്. അതിൽ അബി എഴുതുന്ന തിരക്കഥയിൽ അതിൽ നിന്ന് ആരാണ് അബിക്ക് തോന്നുക ഇന്ന ആള് ഈ കഥാപാത്രം ചെയ്യുന്നത് നന്നായിരിക്കും, അബി കാസ്റ്റ് ചെയ്യണവൻ. അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ സംവിധായകർ തന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ഈ ഷോ ഇന്നലത്തെ 2 ദിവസം ക്യാമ്പ് കണ്ട് വൈകുന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് 5-6 പേരെ ഞാൻ ആ സിനിമയിലേക്ക് കൊണ്ടുപോകും. അത് ഞാൻ തിരക്കഥ പൂർത്തിയാണെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അതിൽ 2 പേരെ ഞാൻ ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ട് ആ 2 പേരെ ഞാൻ ആ സ്പോട്ടിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തു. നിങ്ങൾ 2 പേരും എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ എൻ്റെ ഉള്ള തിരക്കഥയിൽ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെ 2 പേരെ സെലക്ട് ചെയ്ത്. അടിപൊളി. പക്ഷേ ഇനിയും ബാക്കി ഒരു 4-5 പേരോട് ഞാൻ എടുക്കും. പപ്പേട്ടനും അതുപോലെ തന്നെ പപ്പേട്ടൻ്റെ പുതിയ സിനിമയിലേക്ക് അവരെ അതിൽ നിന്ന് 5-6 പേര് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇപ്പം ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പറയും, ഈ അരങ്ങ് എന്ന് പറയുന്നത് നിർത്തണ്ടേ. അരങ്ങെന്ന് പറയുന്നത് ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഓരോ മാസവും നമുക്കിത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു ആര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാണും. തീർച്ചയായിട്ടും എൻ്റെ സിനിമയിൽ താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു 3-4 പേരെങ്കിലും പുതിയ ആളുകൾ എൻ്റെ എല്ലാ സിനിമയിലും കാണും. ഇപ്പം ആനന്ദ് ശ്രീബാലയിൽ ആ വില്ലൻ വേഷം ചെയ്ത ഡോക്ടർ ബാഷിദ്, അവനെ ഞാൻ റീൽസിലൂടെ കണ്ടുപിടിച്ചാണ്. ഞാൻ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ റീൽസ് കണ്ടേക്കുന്ന അവനെയാണ്. അവനെ ഞാൻ അങ്ങോട്ട് പോയി മെസ്സേജ് ഇട്ടാണ്, നിൻ്റെ റീൽസൊക്കെ ഞാൻ കാണുന്നുണ്ട്, നന്നായിട്ടുണ്ട്, ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും എന്ന് പറയണം. പിന്നെ അവൻ എന്നെ എപ്പോഴും മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആനന്ദ്. എനിക്ക് അതിന് മുന്നത്തെ ഒരു സിനിമയിൽ അവന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആനന്ദ് ശ്രീബാലൻ എഴുതി വരുമ്പോൾ എനിക്ക് അവൻ്റെ മുഖം കാണാൻ പറ്റി, ഇവൻ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയാണ് ഞാൻ അവനെ കാസ്റ്റ് ചെയ്യുന്നത്. സുമതിയോടെ അതേപോലെ തന്നെ ഫൈസി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ട്, അതായത് ട്രാഫിക് സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്തു. നമുക്കറിയാം ട്രാഫിക് സിനിമ എത്ര ബുദ്ധിമുട്ടിയാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ആ സമയത്ത് ഞാൻ രാജേഷനോട് നല്ല കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സ് ആ പയ്യൻ സുഹൃത്തുക്കളെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തു. ഭയങ്കര റിസ്ക്കിയാണ് അവർ ഷൂട്ട് ചെയ്തത്. അതിൽ ഈ ആസിഫൊക്കെ ചെയ്ത ആ ക്യാരക്ടറിനെ അവൻ റീക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ഈ അടുത്ത എഫോർട്ട് അത് ചെറിയ എഫോർട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവൻ എല്ലാം ഹിറ്റ് സിനിമകൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നാദർഷക്ക് അത് ഷെയർ ചെയ്യുന്നു, ഒരുപാട് പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ ഈ ട്രാഫിക്കിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പയ്യൻ അങ്ങോട്ട് മെസ്സേജ് കിട്ടും, ഫൈസി ഞാനിങ്ങനെ അതിൻ്റെ വീഡിയോ കണ്ടു, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ ഫൈസി എൻ്റെ നമ്പർ തന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഫൈസിക്ക് എന്താണ് ആഗ്രഹം സിനിമയിൽ. അപ്പോൾ ചേട്ടാ എനിക്ക് ഒരു സീനിലെങ്കിലും തല കാണിക്കണം, എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഫൈസി ഒരു കാര്യം ചെയ്യും, ഞാൻ സുമതിയോളം എന്നൊരു സിനിമ തുടങ്ങാൻ പോവാം, ഫൈസി കയ്യിലൊരു വേഷം ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ അവനെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സംവിധാനം എൻ്റെ കൂടെ വന്നു, പ്രൊഡ്യൂസർ കൂടെ വന്നു, എല്ലാവരും ഓക്കെ ആയി. ആ സിനിമയിലെ ഏറ്റവും മെയിൻ സീൻ ചെയ്തിരിക്കുന്ന പയ്യനാണ്. വൺ ഓഫ് ദ മെയിൻ സീനിൽ അവനാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. വഴി എന്തായാലും കാണാൻ സാധിക്കും ഉറപ്പായിട്ടും. അത് ഒരുപക്ഷെ അവൻ്റെ തുടക്കമായിരിക്കും ഇവിടുന്ന്. അതുപോലെ കുറേ പേര് പുതിയ ആൾ അഭിനയിച്ചിട്ടുണ്ട് അതിൽ. അതേപോലെ ഇപ്പോൾ ആനന്ദ് ശ്രീബാലയിൽ അതേപോലെ എനിക്ക് ഭയങ്കര ചിരി വന്നൊരു സാധനം, ഒരു പയ്യൻ, ആ പയ്യനെ ഏതൊരു ഓഡീഷന് പോയിട്ട് അവനെ ഓഡീഷനിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായി. ആ പുറത്താക്കിയ രീതി എന്ന് പറയുന്നത് നേരെ മുഖത്ത് നോക്കിയിട്ട് നീ ഇതിന് കൊള്ളടാ പൊക്കോളാൻ. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര വൈറലായി പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഈ പയ്യനെ പറ്റി എല്ലാവരും ഇങ്ങനെ സെൻഡ് ചെയ്തിട്ട് നീ ധൈര്യമായിട്ടാ നാളെ നീ വലിയ ആളോ. ഞാനൊരു ദിവസം രാത്രിയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് രാത്രി 12:30 കണ്ട് ഇവൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഇവൻ തന്നെ ഷെയർ ചെയ്യേണ്ടത്. ഒരിക്കൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സിനിമയെ പ്രൂവ് ചെയ്തത്. ഞാനിതിന് അങ്ങോട്ടേ മെസ്സേജ് ഇട്ട്, എടാ എന്താ എൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. ഇവൻ ഞെട്ടിപ്പോയി. അവൻ ചേട്ടൻ തന്നെ ആണെന്ന് ചോദിച്ചു. ഞാൻ തന്നെ എൻ്റെ വെരിഫൈഡ് അക്കൗണ്ട് ആണല്ലോ, എന്താ എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടാ എനിക്ക് സിനിമ അഭിനയിക്കണം. ഞാൻ മുന്നും ശരി എൻ്റെ സിനിമ തുടങ്ങും ആനന്ദ് ശ്രീബാല, നിനക്ക് ഒരു വേഷം തരാൻ തന്നു. ഇവൻ രാത്രി കിടന്ന് വിളിച്ചു പോലൊക്കെ എനിക്ക് ഫോണിൽ കൂടെ കേൾക്കാം. പിന്നെ ഉറങ്ങി കിടന്ന അമ്മയൊക്കെ വിളിച്ച് നോക്കി പറയുന്നത് കേൾക്കാം.
പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ചേട്ടാ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ചേട്ടൻ തന്നെയാണ് എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചത്, നീ ഒരു കാര്യം. അങ്ങനെ ആനന്ദ് ശ്രീബാലയിൽ ഇവർ ഈ മൊബൈൽ ഫോൺ അന്വേഷിച്ച് നാഗർകോവിലിൽ പോകുമ്പോൾ അവിടെ ഈ മൊബൈൽ ഷോപ്പിൽ ഒരു പയ്യൻ വന്ന് ഡയലോഗ് പറയുന്നുണ്ട്. അവൻ അജുവേട്ടനും അർജുനും കോമ്പിനേഷനാണ്, ആകാശം എന്ന് പറഞ്ഞിട്ട്. അവൻ അങ്ങനെ കണ്ടുപിടിച്ചതാ. അപ്പൊ നമ്മളുടെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ആ സമയത്തൊന്നും ആരും ഇല്ലായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് കുറേ കഷ്ടപ്പെട്ട് വന്ന. അപ്പൊ ഞാൻ വഴിവെട്ടി വന്ന ആളാണ്. എന്റെ അവസ്ഥ നാളെ ഇനി ആർക്കും വേണ്ട, എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം ഉണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നതാണ്. ഇതൊരിക്കലും ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഞാൻ പറഞ്ഞ ആളാവാൻ വേണ്ടി പറയുന്നതല്ല. കാരണം ഞാനിത് പറയുന്നത് വെച്ചാൽ എൻ്റെ അടുത്ത് എല്ലാവരും മെസ്സേജ് ഇടും, ചേട്ടാ അടുത്ത പടത്തിൽ എന്തെങ്കിലും വേഷം. ഞാൻ പറഞ്ഞ നോക്കാന്ന് പറയും. ഞാൻ ഈ നോക്കാന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ഭംഗിയാക്കി പറയുന്നില്ല. ഞാൻ നോക്കാന്ന് പറയുന്നത് ശരിക്കും എനിക്ക് കൊടുക്കാൻ പറ്റുകൊണ്ട് ഞാൻ അവർ കൊടുത്തിരിക്കും. ഇപ്പൊ തന്നെ ദുബായിൽ നിന്ന് എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ്, 55 പേര് അല്ലാതെ ഒരുപാട് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവരുടെയൊക്കെ ആഗ്രഹം കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ അവർ കാണാൻ പറ്റുന്നത്. നല്ല കാര്യം. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ഇതുപോലെ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് ഒരുപാട് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൊക്കേഷൻ നിർത്തിയിട്ട് കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വന്ന ഞാൻ കേൾക്കുന്നില്ല പൊക്കോ എന്ന് പറഞ്ഞ് വിട്ട സമയമുണ്ട്. അതിനുശേഷം ഈ പറയുന്ന രാശിയില്ലാത്ത എഴുത്തുകാരനാണ്, ഇയാളുടെ ഒന്നും സിനിമ നടക്കില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതേ പ്രൊഡ്യൂസേഴ്സ് എന്നെ ഇപ്പൊ സിനിമ ചെയ്യാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഞാനിത് 10 കൊല്ലം നമ്മൾ അനുഭവിച്ച ഒരു പെയിൻ ഇനിയത്തെ കുട്ടികൾ അനുഭവിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. അത് ഞാൻ ആർട്ടിസ്റ്റിനെ മാത്രമല്ല, ഇപ്പം എൻ്റെ അടുത്ത് കഥ പറയാൻ പിന്നെ എത്രയോ പേരെ ഞാൻ മറ്റ് സംവിധായകർ കണക്ട് ചെയ്ത് കൊടുക്കും, കേട്ട് നോക്കുക എന്നാൽ ഞാൻ വിടും, ആർട്ടിസ്റ്റിലേക്ക് ഞാൻ വിടും. ദുബായ് ചിത്രപ്പുഴ അങ്ങനെ ഒരു പ്ലാനിലുണ്ടായിരുന്നു. ദുബായ് സിനിമ പ്ലാൻ, അതെ 15ാമത്തെ ജില്ലയാണ്. 2025 തന്നെ അത് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ഓൾറെഡി പപ്പേട്ടനോടും പറഞ്ഞു, പപ്പേട്ടനോട് ഒരു പടമുണ്ട്, ഒരു വലിയ സിനിമയാണ്, മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സിനിമയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മേ ബി ഈ വർഷം ലാസ്റ്റ് ദുബായിലുള്ള ഒരുപാട് പേരെ ഉറപ്പായിട്ട് അതിൽ കാണും. ഞാൻ പപ്പേട്ട അതിന് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് ദുബായിലൊരു സിനിമ ചെയ്തുകൂടാ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സിനിമ. അതിൽ ഓക്കെ സ്റ്റാർ വേണം, നമുക്ക് എന്തായാലും ഒരു ഹീറോയെ കൊണ്ടുവരാം, പ്ലസ് നമുക്ക് ഇത് ഇങ്ങനെയുള്ളവരൊക്കെ കണക്ട് ചെയ്യാം. പപ്പയുടെ മണി ധൈര്യമായിട്ട് കഥ ആലോചിക്കുക, നീ ഒരു കഥ ഓക്കെയാണ്, ഞാൻ അടുത്ത സെക്കൻഡ് നമുക്ക് ചെയ്യാം, പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ആലോചന നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നത് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. ഫൈനലി ആ സുമതി വളവിനെ കുറിച്ച് പറയും. കാരണം വെച്ചാൽ പടത്തെ പറ്റി പറഞ്ഞു, പടത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എന്നത്തേക്ക് നമുക്ക് ഈ സിനിമ കാണാനായിട്ട്? സുമതി വളവ് റിലീസ് പ്ലാൻ ചെയ്യാൻ ജൂണിലാണ്. ഇപ്പം ഡേറ്റ്സ് അനൗൺസ് ചെയ്യാത്തതിന്റെ മെയിൻ പ്രശ്നം വെച്ചാൽ കേരളത്തിൽ ഇപ്പം മഴയാണ്. മാത്രമല്ല കോവിഡിന്റെ ഒരു ചെറിയ പ്രശ്നം പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇറങ്ങിയ എല്ലാ സിനിമകളും തിയേറ്ററിൽ വലിയ വിജയമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ സിനിമകളും. അപ്പം അതിന്റെ ഒരു ഓളം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സ്കൂളും വെക്കേഷനും കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയാണ്. അപ്പൊ സ്കൂൾ തുറന്നൊരു 2 ആഴ്ചക്കുള്ളിൽ ഒരുപാട് ഹോംവർക്കുകൾ കിട്ടി തുറന്നേക്ക് മുമ്പ് നമുക്ക്. അതെ. പക്ഷെ സുമതിയോളെ സംബന്ധിച്ച് അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഈ നമ്മൾ പറയത്തില്ലേ, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാന്ന് പറയുന്ന ആ ഒരു ജോണറിൽപ്പെട്ട സിനിമയാണ് സുമതി. ഒരിക്കലും അതൊരു കോൺജറിങ്ങോ ട്രാക്കുളയോ ഒന്നും അല്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു പുതിയൊരു എക്സ്പീരിയൻസും ആണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ എഴുത്തിലെ ഒരു എക്സ്പീരിയൻസ് ആണ് സുമതിയോളം. പിന്നെ നാട്ടുമ്പുറ യക്ഷിയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹമുള്ള യക്ഷിയാണ് സുമതി. പിന്നെ സുമതിയോള് വളരെ ഫേമസ് ആണ്, കേരളത്തിൽ എല്ലാവർക്കും ആ സ്ഥലം മാത്രമേ ഉള്ളൂ, ആ കഥ അതല്ല, ബന്ധമില്ല. പിന്നെ കുറെ അധികം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ പടമാണ്. അതായത് യങ്സ്റ്റേഴ്സിന്റെ ഒരു നീണ്ട നിര തന്നെ സിനിമയുള്ളതാണ്. ഇപ്പം അർജുന്, ഗോകുൽ സുരേഷ് ഗോപി, ബാലു വർഗീസ്, സൈജു കുറുപ്പ്, അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, ബോബി ചേട്ടൻ, പണിയിലെ ഡേവിസ് ഉള്ള ക്യാരക്ടർ ബോബി ചേട്ടൻ, പിന്നെ ഒരു 7ഓളം ഹീറോയിൻസ്, പിന്നെ ദേവനന്ദ, ശ്രീപദ്, മാളിയപ്പുറത്തിലുള്ളവർ, പിന്നെ സർപ്രൈസ് ആയിട്ട് കുറച്ച് ആളുകളുണ്ട് സിനിമയിൽ കാണാം. അപ്പം ഒരു വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിൽ ഒരുക്കിയ സിനിമയാണ്. 87 ദിവസത്തോളം ഷൂട്ട് ചെയ്തു ഞങ്ങൾ. അതിൽ തന്നെ 46 ദിവസത്തോളം കാട്ടിലായിരുന്നു, നൈറ്റ്. വിഷ്വലി നമുക്ക് നല്ലൊരു വിഷ്വൽ ഉറപ്പായിട്ട്. കാരണം രാക്ഷസിന്റെ ക്യാമറമാനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അവൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവനോട് നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇത് എന്തിനാണ് നൈറ്റ്, നമുക്കിത് ഡേ ഫോർ നൈറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര വാശി ഓടിച്ചിലേക്ക് നൈറ്റ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്പെൻസ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിന് ഉള്ള ഫെസിലിറ്റീസ് കൊടുത്തു. പക്ഷെ ഇതിൻ്റെ ഒരു ഔട്ട് ഞങ്ങൾ കണ്ടപ്പം ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നമ്മളെടുത്ത എഫോർട്ടിൻ്റെ റിസൾട്ട് വിഷ്വലി ഉണ്ട്. അതിന് തിയേറ്ററിൽ ആളുകൾ അക്സെപ്റ്റോടെ ചെയ്താൽ അത് ചിലപ്പം മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങളുടെ കോമ്പിനേഷനിൽ വരുന്ന മറ്റൊരു ഹിറ്റായിരിക്കും. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കഥ, തിരക്കഥ, സംഭാഷണം അഭിലാഷ് പിള്ളയാണ്. അടിയിലൊരു ലൈൻ കൂടി വരാൻ സാധ്യതകളുണ്ട്. സംവിധാനം നേരത്തെ പറഞ്ഞ പോലെയാണ്, ഫ്രെയിം നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ക്യാമറ. ഉറപ്പായിട്ടും 2025 ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ 2026 റിലീസായിരിക്കും,
നടക്കുന്നത്. പക്ഷെ 2025 അതിന്റെ എല്ലാ പണികളും തുടങ്ങും. അതിനിടയിൽ ഇപ്പോ മോഹൻ ചേട്ടന്റെ പടം വരുന്നുണ്ട്, മോഹനന്റെ പടം ഇപ്പൊ ജൂലൈ അത്ഭുത ദ്വീപ് 2 2 പ്ലാനിങ്ങിലുണ്ട് എന്ന് പറയുന്നു. അത്ഭുത 2ന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുക. ആ. അത് ഈ പറഞ്ഞ വലിയ ക്യാൻവാസ് ഒരുക്കുന്ന സിനിമയാണ്. വിനയൻ സാറിന്റെ 18 വർഷം മുന്നേ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട പടമാണ്. നമ്മളാണ് 18 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയുടെ 2ാം ഭാഗം എഴുതാൻ ഒരു അവസരം കിട്ടാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അത് നമ്മുടെ ഐഡിയയിൽ നിന്നാണോ വിനയൻ സാർ? അല്ല, ഞാൻ മറ്റൊരു കഥ വിനയൻ സാറോട് പറഞ്ഞു. അതായത് വേറൊരു കഥ പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ വിനയൻ സാർ ചോദിച്ചത് എന്തുകൊണ്ട് നമുക്ക് അത്ഭുത ദ്വീപ് 2 ആയിട്ട് ചെയ്തുകൂടാന്ന്. അപ്പൊ അത് ഉണ്ണിയോട് പറയുന്നു. ഉണ്ണിക്കും അത് ഇഷ്ടപ്പെടുന്നു. ഉണ്ണി പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ പ്ലാനിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ക്യാൻവാസ് 3Dയിൽ ഒരുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ആ സിനിമ കാരണം വെച്ചാൽ അത്രയും പണിയുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഈ വർഷം ലാസ്റ്റോ അടുത്ത കൊല്ലമായിരിക്കും. ഒരു ഓഡിഷൻ വേണ്ടി വരുമല്ലോ അതിൽ ഉറപ്പായിട്ടും. മൊത്തം അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു 200 പേരോളം ഉള്ളൊരു ക്ലബ്ബിൽ നിന്ന് വിളിച്ചിരുന്നു. ഇവരുടെ ക്ലബ്ബൊക്കെ ഉണ്ട് ഇപ്പൊ. അത്ഭുതദ്വീപ് കഴിഞ്ഞോടുകൂടി അത് വിനയൻ സാർ എന്നുള്ള ഡയറക്ടറുടെ ഒരു വലിയൊരു, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു സിനിമയില്ല, അല്ല സോറി ലോക സിനിമയിലില്ല അങ്ങനെ. കാരണം ഇപ്പം നമുക്ക് ആകെ ഒരു ഗളിവറിൻ ലില്ലിപ്പൊട്ടെന്നുള്ള, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ലൈവ് ചെയ്തല്ലോ അദ്ദേഹം. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മലയാള സിനിമയെ കൈയടി കൊടുക്കേണ്ട ഒരു എഫേർട്ടാണ്. നമ്മൾ ജോണറുകൾ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും മുന്നോട്ട് പോകുന്ന ജോണേഴ്സ് എല്ലാം ഡിഫറെന്റ് ജോണേഴ്സാണ്. ഇതിൽ എനിക്ക് കംഫർട്ടായിട്ടൊരു സോണുണ്ട്, എൻ്റെ ഡിവൈൻ സ്റ്റോറീസ്. അതായത് കുറച്ച് ഡിവൈനിറ്റിയോടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു മാസ് കഥകൾ. ഇതൊന്നും അല്ലാത്തൊരു പടം ആയിരിക്കും സംവിധാനത്തിലും. നമ്മൾ സംവിധാനം ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഞാൻ 2 പടമാണ് സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിലൊരു പടം എന്ന് വെച്ചാൽ ഒരു പക്ക മാസ് ആക്ഷൻ മൂവിയാണ്. ഒരു പടം ഈ പറയുന്ന പോലെ തന്നെ ഒരു മാളികപ്പുറം പോലെ കുറച്ച് കരയാനും കുറച്ച് ഒരു സുഖം ഒരു മാസ്, അത്രേ ഉള്ളൂ. മാസ് നൈസ്. അടിപൊളി. ഇപ്പൊ എന്തായാലും സംഗതികൾ ഗംഭീരമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുക്കുന്ന ആളാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ വന്ന ആളാണ്. ഈ വരാൻ പോകുന്ന എല്ലാ പ്രൊജക്ട്സിനും എല്ലാവിധ ആശംസകളും. ഒപ്പം ദുബായില് ഞാൻ പറയാം, ദുബായ് നമുക്ക് നമ്മുടെ 2ാമത്തെ വീട് പോലെയാണ്. അതെ. കാരണം ഒരു കാലത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിടത്തൊന്നും തിരിച്ചു കൊണ്ടി വന്നു. ഇന്ന് അതേ സ്ഥലത്ത് പല സ്ഥലത്ത് നമ്മൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ ആളുകൾ സ്നേഹം തരുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് കേരളം പോലെ തന്നെയാണ് ഇപ്പം ഇവിടുത്തെ സുഹൃത്തുക്കള്. ഇപ്പൊ തന്നെ എന്നെ ഈ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നത് ശ്രീറാമേട്ടനാണ് ഈ അരങ്ങെന്നുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹം പ്രൊഡ്യൂസറും കൂടെയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ഒരു കുടുംബം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു മൂത്ത ചേട്ടൻ്റെ അടുത്ത് വരുന്നു, എന്നിട്ട് ഒരാഴ്ച നിന്നിട്ട് തിരിച്ചു പോകുന്നു. ഇത് ഇങ്ങനത്തെ ഫീൽ. ഇപ്പൊ അജിത്ത് ചേട്ടൻ ഇവിടെ, അദ്ദേഹം ദുബായിലാണ്, അജിത്ത് വിനായക. പിന്നെ കുറെ ആളുകൾ എനിക്ക് എന്റെ സ്വന്തം തോന്നുന്നു. ഇവിടെ എല്ലാവരും ഒറ്റ ജില്ലക്കാരാണ്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ പല സ്ഥലത്തുള്ള. അപ്പം പക്ഷെ മുമ്പ് പറഞ്ഞ 15ാമത്തെ നമ്മുടെ ജില്ലയാണല്ലോ ദുബായ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും നമ്മുടെ 15ാമത്തെ ജില്ലയിൽ താമസിക്കുന്ന ആളുകളാണ് അവരെല്ലാം. അപ്പൊ ഇവരെല്ലാം ഒത്ത് ഞാൻ ഇനി മുന്നോട്ടൊരു യാത്ര. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ വേണം. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ള ആളാണ്. എഴുതാൻ മാത്രമേ ഒറ്റയ്ക്കിരിക്കുള്ളൂ. ഞാൻ എഴുതാൻ ഒറ്റയ്ക്കിരിക്കും. എനിക്ക് അല്ലാതെ ലൈഫിൽ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പറ്റില്ല. നമുക്കൊരു ഓളത്തിലൊരു വൈബിൽ പോകണം. എനിക്കൊരു ലക്ഷറി വീട്, അതായത് ഒരു 4 BHK ഫുൾ എല്ലാ ഫെസിലിറ്റിയോടെ തന്ന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതേ സമയത്ത് എനിക്കൊരു ചെറിയ വീടും അവിടെ നമ്മുടെ കുടുംബത്തിൽ കുറെ ആളുകളും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അടിപൊളി. അങ്ങനെ പറ്റത്തുള്ളൂ. ആ ചെറിയ സ്വപ്നങ്ങളിലൂടെ വലിയ വലിയ സിനിമകളിലേക്ക് സഞ്ചരിക്കാൻ. അതാണ് ഞാൻ തുമ്പേനോട് ചോദിച്ചത്, 4 കോടി 5 കോടി പടം അതാണോ 15-20? പക്ഷെ ഈ 50 കോടി സിനിമ ചെയ്യാനുള്ള ധൈര്യമുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് 50 കോടി സിനിമ ചെയ്യുമ്പോൾ ഓക്കെ, ഒരു സിനിമയ്ക്ക് 50 കോടി, എന്തുകൊണ്ട് 50 കോടി 5 കോടി 10 പടം ചെയ്തുകൂടാ? എത്ര പേർക്ക് അവസരം കൊടുക്കാം? കുറെ പേർക്ക് അവസരം കൊടുത്തൂടെ? അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എൻ്റെ സിനിമകളില് ഇപ്പം വലിയ താരങ്ങളുടെ പുറകെ പോവാതെ എനിക്ക് ഓക്കെ ഈ കണ്ടന്റ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് മലയാളി കേരളത്തിലല്ല ഈ സിനിമ കാണുന്ന ഓഡിയൻസിന് വിശ്വാസമാണ്. അവർ നല്ല സിനിമ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. അവർ താരങ്ങളെ നോക്കിയല്ല. അങ്ങനെയാണ് ഈ താരങ്ങളിലേക്ക് എല്ലാ പടവും വിജയിക്കണ്ടേ? തീർച്ചയായിട്ടും. നമ്മൾ വലിയ ആരാധനയോട് പറയുന്ന എല്ലാ താരങ്ങളിലും എത്രയോ പടങ്ങൾ ഫ്ലോപ്പ് ആവാറുണ്ട്. അപ്പൊ താരങ്ങളല്ല, എപ്പോഴും കണ്ടന്റാണ് വലുത്. അപ്പൊ ആ കണ്ടന്റ് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആ ജോലി ഞാൻ നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടും ചെയ്യും. അപ്പൊ കുറെ ആളുകൾ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരാം. അതായത് പറഞ്ഞ ചെറിയ ചിന്തകളല്ല, ചിന്തകളും എഴുത്തുകളും സിനിമകളും നന്നാവട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ സമയത്ത് പറഞ്ഞത്. വരാൻ പോകുന്ന എല്ലാ പടങ്ങളും ഉഷാറാവട്ടെ. ആൻഡ് ദുബായിലെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ നമ്മൾ ദുബായിൽ എന്തായാലും ഈ വർഷം നമ്മളൊരു പടം ചെയ്യും. വീണ്ടും എനിക്ക് ഭയങ്കര ആഗ്രഹം ദുബായിൽ പടം ചെയ്യണമെന്ന്. ഹബീബി കം ടു ദുബായ്. താങ്ക് യു. ഓക്കെ.